ജോഷില, ഈ രാത്രിയിലും തെരച്ചിൽ തുടരുകയാണോ? മന്ത്രിമാരൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന ഒരു വിവരവും വാർത്തയായി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പൊതു വിവരം, മഴയുടെ ഒരു സ്ഥിതി എന്താണ്? അക്കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കത്തിൽ ഈ ചർച്ചയിലേക്ക് പോകും മുമ്പ് ജോഷില. ശരത്, മഴ ഇപ്പോഴും തുടരുന്ന അവസ്ഥ തന്നെയാണ്. ഇത് ശക്തി പ്രാപിക്കുകയാണെങ്കിൽ തിരച്ചിൽ തുടരാൻ അത് വീണ്ടും ആലോചിക്കേണ്ടി വരും എന്നാണ് ADM പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്കുള്ള റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം വയനാട് കണ്ട മറ്റൊരു ദുരന്തം 3 വർഷത്തിന് ശേഷം 3 വർഷമാകാൻ പോകുന്നു. ആ സമയത്ത് വയനാട് കണ്ട മറ്റൊരു ദുരന്തം എന്ന് വേണം പറയാൻ. എന്നാൽ അത് ഒരു പ്രകൃതി ദുരന്തമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. മനുഷ്യനിർമ്മിതമായ ദുരന്തം എന്ന് തന്നെയാണ് മന്ത്രി ടി സിദ്ദിഖ് അടക്കം പറയേണ്ടി വന്നത്. ആരാണ്, എന്തുകൊണ്ടാണ് ഈ മണ്ണ് മാറ്റാതിരിക്കാൻ കാരണം എന്നുള്ള കാര്യം അതിൽ സർക്കാർ തന്നെ ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് മണ്ണ് മാറ്റാൻ അവർക്ക് സാധിച്ചില്ല, ഒരു കാര്യം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ്. എന്തായാലും 3 പേരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക്. അതിലപ്പുറം 4 പേരുടെ ജീവൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായി വരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ രാത്രിയിലും ഇപ്പോൾ മണ്ണ് മാറ്റുന്ന മീനാക്ഷി പാലത്തിൽ നിന്നും മണ്ണ് മാറ്റി ഏകദേശം പുറത്തേക്ക് കടന്ന് റോഡിൽ നിന്നും മണ്ണ് മാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്നാൽ പോലും ഈ ഒരു രീതി തുടരാൻ സാധിക്കുമോ എന്നറിയില്ല. കാരണം വീണ്ടും മഴ പൊടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മഴ വന്നു തുടങ്ങിയാൽ ഇത് ഏറെ ശ്രമകരമായിരിക്കും ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കനുസരിച്ചായിരിക്കും ആളുകൾ ഇനി മണ്ണിനടിയിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ തിരച്ചിൽ നടക്കുക എന്നുള്ളതാണ് ADM അല്പസമയം മുൻപ് പറഞ്ഞിരിക്കുന്നത്. അത് മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്ത് കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ ദൗത്യം വളരെ ശ്രമകരമായിരിക്കും. അത് ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ മന്ത്രി ടി സിദ്ദിഖ് അടക്കമുള്ള റവന്യൂ ആളുകളും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അവർ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം കലക്ടറേറ്റിൽ നിന്ന് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന വലിയ വീഴ്ച, അത് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി കാണണമെന്ന് പോലും നിശ്ചയിക്കാനാവാത്ത അവസ്ഥയിൽ ആണ് ഇത്തരമൊരു ദുരന്തം, വിളിച്ചു വരുത്തിയ ദുരന്തം എന്ന് വേണം പറയാൻ. അങ്ങനെ തന്നെ വേണം വിശേഷിപ്പിക്കാൻ. കാരണം ഈ മണ്ണ് നേരത്തെ തന്നെ മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും ജീവനുകൾ പൊലിഞ്ഞു പോകുമായിരുന്നില്ല എന്നുള്ളതാണ്.